ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആൻ്റണിയും കൂട്ടുകാരും കൂടി ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. ആ ടൈമിലാണ് നമ്മുടെ ശരത്ത് കയറി വരുന്നത്. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ ടൈമിൽ? അപ്പോൾ ശരത്ത് പറയും, ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന് എനിക്ക് മതിയായി, അതുകൊണ്ട് ഞാൻ വന്നതാന്നൊക്കെ പറയുമ്പോൾ ആൻ്റണി പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കൈയൊക്കെ ശരിയായിട്ടൊക്കെ പയ്യെ വന്നാൽ മതിയെന്ന്. അപ്പോൾ ശരത്ത് പറയും, അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ വന്നിരിക്കുവാണ്. അപ്പോൾ മദ്യപിക്കുന്നത് കണ്ടപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ എനിക്കും കൂടി ഒരെണ്ണം ഒഴിക്കുമെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നീ ഈ സമയത്ത് മദ്യപിച്ച് പോയാൽ നിൻ്റെ അമ്മയൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ ശരത്ത് പറയും, ഇല്ല, അമ്മ ഇപ്പോൾ ഈ ടൈമിൽ കിടന്നിട്ടുണ്ടാവും, കാരണം അമ്മ വാതിൽ തുറന്നു വന്നിട്ട് എന്നെ ശ്രദ്ധിക്കത്തില്ല, അമ്മ വീണ്ടും പോയി ഉറങ്ങും. പിന്നെ ദേവു ചേച്ചി ആണെങ്കിൽ ഇല്ല, ദേവു ചേച്ചി രേവതി ചേച്ചിയുടെ വീട്ടിലാണെന്ന് പറയും. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, ദേവു ചേച്ചി എന്തിനാണ് രേവതി ചേച്ചിയുടെ വീട്ടിൽ പോയത്? അവിടുത്തെ അമ്മായിയമ്മ ഇത്തിരി പെശകല്ലേ, അവളങ്ങനെ പോകാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരത്ത് അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. രേവതി ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി പോയതാ. സച്ചിച്ചേട്ടന് ഒരുപാട് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് 500 പൂമാലയുടെ. അപ്പോൾ അതിനൊന്നും അവളെ രേവതി ചേച്ചിയെ സഹായിക്കാൻ വേണ്ടിയാണ് ദേവു ചേച്ചി പോയെന്ന് പറയുമ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, 500 പൂമാലയോ? അതെന്തിനാണ് 500 പൂമാല? അപ്പോൾ പറയും, നമ്മുടെ വിജയകുമാർ സാർ നേതാവില്ലേ, ആ നേതാവ് ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കിട്ടിയിരിക്കുന്നത് രേവതി ചേച്ചിക്കാണ്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറയുമ്പോൾ ആൻ്റണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആൻ്റണി അപ്പം മനസ്സിലിങ്ങനെ ഓർക്കുവാണ്, ഒന്നാണ്ട് ആൻ്റണിക്ക് രേവതിയും സച്ചിയൊന്നും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇത്രയും വലിയൊരു ഓഫർ വന്നെന്ന് കേട്ടപ്പോൾ ആൻ്റണിക്ക് ഇത്തിരി ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ശരത്തിനെ അവിടെ എത്തിയിട്ട് ആൻ്റണി കൂട്ടുകാരെയും കൊണ്ട് മാറി നിന്ന് സംസാരിക്കുവാണ്. നീ കേട്ടല്ലോ അവർ പറഞ്ഞത്, ആ വിജയകുമാർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഇത്തിരി ക്രിമിനൽ മൈൻഡുള്ള ആളാണ്. അപ്പോൾ സച്ചിനോട് എനിക്കുള്ള ദേഷ്യം നിങ്ങൾക്കറിയാലോ, അവൻ എന്നെ തല്ലിയതിന് പകരം വീട്ടാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു, ഇതൊരു അവസരമായിട്ട് എടുക്കണം. ഈ പൂമാല കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ വിജയകുമാർ സാർ എല്ലാവരുടെയും മുമ്പിലും നാണം കെട്ടോളും. ആ നാണക്കേടിന് കാരണം സച്ചിയും കൂടി ആകുമ്പോൾ സച്ചിയുടെ കാര്യം പിന്നെ വിജയകുമാർ സാറ് നോക്കിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ പൂമാല അവിടെ വിവാഹ മണ്ഡപത്തിൽ എത്തരുത്, ആ കല്യാണം മുടങ്ങണം, വിജയകുമാർ സാറിന് സച്ചിയോട് ദേഷ്യവും കയറണം. പിന്നെ പുതിയ പിള്ളേരെ ഇറക്കി വേണം ഇത് ചെയ്യാൻ, കാരണം നമ്മുടെ ആൾക്കാരെ ഇറക്കിയാൽ സച്ചിക്ക് മനസ്സിലാവും ഞാനാണ് ഇതിൻ്റെ പിറകിലെന്ന്. അതുകൊണ്ട് പുതിയ പിള്ളേരെ ഇറക്കി ഈ പദ്ധതി പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞ് അവർ വിടുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. എല്ലാവരും പൂവൊക്കെ കെട്ടി നല്ല ക്ഷീണിച്ചിരിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ഷീണമായെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു എന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഏയ് റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, ഒറ്റിരിപ്പിന് കെട്ടിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് തീരുമല്ലോ എന്നൊക്കെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ പറയുവാണ്. അപ്പോഴും എല്ലാവരും ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഉറക്കം തൂങ്ങല്ലോ, ഒരാൾ ഉറക്കം തൂങ്ങിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കം വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയും കെട്ടിത്തീരാനുണ്ട് 200 മാലയുടെ അടുത്തൊക്കെ. അപ്പോൾ രാത്രി ഫുള്ളും കെട്ടിയാലേ തീരുള്ളൂ എന്ന് സച്ചി പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മനുഷ്യൻ ഇന്ന് ഉറങ്ങാനും പറ്റത്തില്ല, എളുപ്പം ഒന്ന് കെട്ടിത്തീർത്ത് പോയെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷീണം കാരണം ദേവ് പറയും, രേവതി ചേച്ചി പണ്ട് ഞങ്ങളിങ്ങനെ ക്ഷീണം വരുമ്പോഴേക്കും അന്താക്ഷരിയൊക്കെ പാടിക്കളിക്കില്ലേ, അതേപോലെ പാടിക്കളിക്കാം, അപ്പം നമ്മൾ ഇത്തിരി ഉഷാറാവും എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അന്താക്ഷരി വേണ്ട, ചിലപ്പോൾ ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ തള്ളിപിടുത്തമാവും, പൂക്കളുള്ള പാട്ട് പാടിക്കളിക്കാം, പൂക്കളുള്ള വെച്ച് പാട്ട് പാടാത്തവരൊക്കെ ഔട്ടാവും എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അത് അടിപൊളി ഗെയിമാണ്, അപ്പോൾ എല്ലാവർക്കും അത് കളിക്കാം. ആദ്യം രേവതി ചേച്ചി തന്നെ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ രേവതി നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു പാട്ട് പാടുന്നുണ്ട്. അതേത് പാട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പനീർ പൂവെടുത്ത് ഞാനോമലെ ആ പാട്ടില്ലേ, ആ പാട്ടാണ് രേവതി പാടുന്നത്. രേവതി പാടി കഴിയുമ്പോഴേക്കും പാട്ടിലൊക്കെ ചന്ദ്ര അങ്ങോട്ട് മയങ്ങിപ്പോകുന്നുണ്ട്, കാരണം രേവതി നന്നായിട്ട് തന്നെയാണ് പാടുന്നത്. അത് കഴിഞ്ഞ് പാടുന്നത് സച്ചിയാണെങ്കിൽ അനുരാഗിണി നിൻ ആ പാട്ടാണ് പാടുന്നത്. ആ പാട്ടിലും എല്ലാവരും ഭയങ്കര ഇഷ്ടമായി, എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് തന്നെ പാടുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് പാട്ട് പാടുവാണ്. പിന്നെ ശ്രീകാന്തും വർഷയുടെ ഒരു ഡ്യുവറ്റ് പാട്ടും സോങ്ങും ഡാൻസും ഒക്കെ കൂടിയുണ്ട്. മറ്റേ പാട്ടാണ് അവർ കളിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജുവിലെ പൂക്കൾ ഇളനീർ പൂക്കൾ പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിട്ട് ഡാൻസും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പാടാൻ പറയുന്നത് ഭാമയോടാണ്. ഭാമയോട് പാടാൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഭാമയൊന്നും പാടത്തില്ല, അവളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, പിന്നെ ആര് പറഞ്ഞു, ഞാൻ നല്ലോണം പാടും എന്ന് പറഞ്ഞ് ഭാമയും നല്ല അടിപൊളി പാട്ട് പാടുവാണ്. ഭാമയുടെ പാട്ട് കഴിയുമ്പോഴേക്കും എല്ലാവരും പറയും, ചന്ദ്ര അമ്മയോടൊരു പാട്ട് പാടാൻ പറയും വർഷ. അപ്പോൾ ചന്ദ്ര പറയും, ഞാനൊന്നുമില്ലേ കളിക്കെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ചന്ദ്രേ നീ കല്യാണം കഴിയുമ്പോഴേക്കും നല്ലോണം പാട്ട് പാടുമായിരുന്നു, ഇപ്പം എന്നാ നിനക്ക് പാടിയാൽ അങ്ങോട്ട് പാട് എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുമെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആൻറ്റി അത്രയും നല്ലോണം പാടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ആൻറ്റിയുടെ പാട്ട് കേട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, എനിക്ക് പൂക്കളുടെ പാട്ടൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ എന്നിട്ട് ആലോചിച്ചിട്ട് പറയും, ഒരു പാട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു,
അപ്പോൾ പാട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ വിളിച്ച് രവീന്ദ്രൻ്റെ അടുത്ത് കൊണ്ടേയിരുത്തും. അപ്പോൾ ചന്ദ്ര അതിമനോഹരമായിട്ട് തന്നെ പാട്ട് പാടുന്നുണ്ട്. ഏത് പാട്ടാണ് ചന്ദ്ര പാടുന്നതെന്ന് പറഞ്ഞാൽ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ പാട്ടാണ് പാടുന്നത്. അതിമനോഹരമായിട്ട് തന്നെ ചന്ദ്ര പാടി എല്ലാവരും കൈകൊട്ടി. എന്തായാലും ചന്ദ്ര ദേഷ്യമൊക്കെ മറന്ന് അവരുടെ ആ പാട്ട് മത്സരത്തിലൊക്കെ പങ്കെടുത്തു. അത് തന്നെ വലിയ കാര്യം. എല്ലാവർക്കും സന്തോഷമായി ചന്ദ്രയുടെ പാട്ട് കേട്ടപ്പോഴേക്കും. പിന്നെ എല്ലാവരും കൂടി ശ്രുതിയോട് പാടാൻ പറയും. ശ്രുതിയോട് പാടാൻ പറയുമ്പോഴേക്കും സച്ചി കുറേ കളിയാക്കുന്നുണ്ട് ശ്രുതിയെ. അപ്പോൾ ശ്രുതി പറയും ഞാനും ശ്രുതിയും കൂടി പാട്ട് പാടാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നല്ല ഭംഗിയായിട്ട് തന്നെ മറ്റേ പാട്ടാണ് പാടുന്നത്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലരാവിൽ ആ പാട്ടാണ് പാടുന്നത്. ശ്രുതി നല്ലോണം ഡാൻസ് ഒക്കെ കളിച്ച് ശ്രുതിയുടെ ഒപ്പമാണ് പാട്ടൊക്കെ പാടുന്നത്. എന്തായാലും നല്ല രസമാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ്. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ പാടും. രവീന്ദ്രൻ പാടുന്നത് മറ്റേ ചന്ദ്രകളഭം പാട്ടാണ്. ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് പറയുമ്പോഴേക്കും മക്കളും എല്ലാവരും കൂടി ഇമോഷണൽ ആവുന്നുണ്ട്. രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുമുണ്ട്. കാരണം രവീന്ദ്രനെ സുഖമില്ലല്ലോ, അദ്ദേഹത്തിന് പേടിയുണ്ടാവും ഇനി അധികം നാളൊന്നും ഇല്ല എന്ന് ഓർത്തിട്ട്. അപ്പോൾ ആ വരി കേട്ടപ്പോഴേക്കും എല്ലാവരും ഇമോഷണൽ ആവുകയാണ്. അച്ഛനെ കെട്ടിപ്പിടിച്ച് മക്കളൊക്കെ കരയുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി പൂവേ പൂവേ പാലപ്പൂവേ ദേവദൂതലിലെ പാട്ടൊക്കെയാണ് പാടുന്നത്. ശ്രുതി അതിന് ഡാൻസും കളിക്കുന്നുണ്ട്. ചന്ദ്രയെ ശ്രുതി നോക്കി പഠിക്കുമ്പോൾ ശ്രുതി ഒളിച്ചിരുന്ന് ഡാൻസ് കളിക്കും. പിന്നെ മുമ്പിൽ വന്ന് ഡാൻസ് കളിക്കും. ഏതായാലും നല്ല രസമാണ്, നല്ല കളർഫുള്ളാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ്. പാട്ടും ഡാൻസുമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളും കളറാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി നാളെ ആയിരിക്കും നമ്മുടെ ആൻ്റണി പൂവൊക്കെ മോഷ്ടിക്കാനുള്ള പദ്ധതിയൊക്കെ പ്ലാനാക്കി അതൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.